ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കളർഫുൾ ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ബീട്രൂട്ട് വെച്ചിട്ടാണ് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത്. നമ്മുടെ ചമ്മന്തിക്ക് നല്ല റെഡ് കളർ കൊടുക്കുന്നതും ഇതാണ്. അപ്പോൾ ഞാനൊരു ചെറിയ ബീട്രൂട്ടിൻ്റെ ഒരു ഹാഫ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു 4-5 കറിവേപ്പില എടുക്കാം, ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം, 2 പച്ചമുളക്, 3 ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ 2-3 പുതിനയിലും കൂടെ ചേർക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. നമ്മൾ സാധാരണ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇതും ഉണ്ടാക്കുന്നത്. 1/2 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ ജാറാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല റെഡ് കളറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയാണ്. ഇത് ഇനി ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ബിരിയാണിയുടെ കൂടെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള കളർഫുൾ ചമ്മന്തിയാണ്. അപ്പോൾ ഇത് തേങ്ങാ ചമ്മന്തിയുടെ അതേ ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.